വിവരങ്ങളുമായി സൂരജ്. എട്ടാം പ്രതി ദിലീപ് ഇപ്പോൾ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. കോടതി കോംപ്ലക്സിലേക്ക് ദിലീപ് കയറുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. വിവരങ്ങൾ എന്തൊക്കെ? ഗോപികൃഷ്ണൻ, ഇപ്പോൾ പൾസർ സുനി കൂടി ഈ കോടതിക്ക് പുറത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എട്ടാം പ്രതി ദിലീപ് അകത്തേക്ക് കയറി, അതിന് പിന്നാലെയാണ് ഇപ്പോൾ പൾസർ സുനി കൂടി ഈ കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. വാഹനം അകത്തേക്ക് കയറ്റാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ പോലീസ് ഇടപെട്ടുകൊണ്ട് വാഹനം അകത്തേക്ക് കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിന്റെ ഇടവേള മാത്രമേ ഇനിയുള്ളൂ. ഏകദേശം അരമണിക്കൂർ നേരം 11 മണിയോടുകൂടി തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. അഭിഭാഷകരെല്ലാവരും തന്നെ അകത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ദിലീപ് കയറിയതും വളരെ നാടകീയമായാണ്. പോലീസിന്റെ വലിയ വിന്യാസം ഉണ്ടായിരുന്നു, അതിലൂടെ പൊടുന്നനെ അകത്തേക്ക് കയറുകയായിരുന്നു. ഇപ്പോൾ പൾസർ സുനി കൂടി ഈ കോടതിക്ക് അകത്തേക്ക് കയറുന്നതിന് വേണ്ടി പൾസർ സുനിയുടെ വാഹനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്തേക്ക്, അതായത് കോടതിക്ക് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. പോലീസ് ഇടപെട്ടുകൊണ്ട് ഈ വാഹനം കടത്തിവിടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും ഈ കോടതിക്ക് പുറകുവശത്തെ ഗേറ്റിലൂടെയാണ് ഇവരെല്ലാവരും അകത്തേക്ക് കയറിയത്. ഇപ്പോൾ ദിലീപ് കയറി അതേ വഴിയിലൂടെ തന്നെ പൾസർ സുനിയും അകത്തേക്ക് കയറുന്നു. കൃത്യം അരമണിക്കൂർ മാത്രമാണ് ഇനി കോടതി നടപടി ആരംഭിക്കാൻ നിലവിലുള്ളത്. പ്രതിഭാഗം അഭിഭാഷകരാകട്ടെ അവരെല്ലാവരും തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിജീവിതയുടെ അഭിഭാഷക ടി ബി വിനിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ടി ബി വിനിയാകട്ടെ സാധാരണ വരുന്നത് പോലെ തന്നെ ഒരു സ്കൂട്ടറിൽ, ഈ വിധി പറയുന്ന ദിവസമാണ്, ഒരു സ്കൂട്ടറിൽ സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് ടി ബി വിനി ഇങ്ങോട്ടേക്ക് എത്തുന്നു. തികഞ്ഞ ആത്മവിശ്വാസം ടി ബി വിനിയും പ്രകടിപ്പിക്കുന്നുണ്ട്. അവർ പറയുന്നതും തികഞ്ഞ ആത്മവിശ്വാസമാണ്. അതായത് ഒരു വിധി പറയാൻ പോകുന്ന ആ സമയത്ത് തനിക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് പറയൂ എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞുകൊണ്ടാണ് അവർ പോലും കോടതിക്ക് അകത്തേക്ക് കയറിയത്. അവർ പറയുന്ന ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിവതും പ്രോസിക്യൂഷൻ സമർപ്പിക്കാൻ കഴിയുന്ന തെളിവുകളുണ്ട്, രേഖകളുണ്ട്, സാക്ഷിമൊഴികളുണ്ട്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസമാണ്. എല്ലാ പ്രതികൾക്കും ശിക്ഷ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് കണക്കുകൂട്ടുന്ന ആത്മവിശ്വാസം അവസാന നിമിഷവും ടി ബി മിനി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിജീവിതയുമായി താൻ സംസാരിച്ചിരുന്നു. കോടതിയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അതിജീവിതയുമായി സംസാരിച്ചതിന് ശേഷമാണ് താൻ ഇറങ്ങിയതെന്ന കാര്യം കൂടി ടി ബി മിനി പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പൾസർ സുനി കൂടി കോടതിക്കകത്തേക്ക് കയറിയിരിക്കുന്നു. ഇനി ഏകദേശം ഒരു 25 മിനിറ്റ് രാജ്യം ഉറ്റുനോക്കുന്ന കേസിലെ വിധി എന്താണെന്നറിയാൻ ഇനി 20-25 മിനിറ്റ് മാത്രമാണ് നമുക്ക് മുന്നിലേക്കുള്ളത്. നായകൻ വില്ലനാകുമോ? അതോടൊപ്പം തന്നെ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച, രാജ്യത്തെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച കേസാണ്. കാരണം കൊച്ചി പോലൊരു നഗരം, ആ നഗരത്തിനകത്ത് മണിക്കൂറുകൾ നേരം ഒരു നടി, അതായത് അത്രമാത്രം സുരക്ഷയുള്ള ഒരു നഗരത്തിൽ അവർ ആക്രമിക്കപ്പെട്ട കേസ്. പിന്നീട് ആ കേസിൽ ഈ വേട്ടക്കാരൻ തന്നെ ഇരക്കൊപ്പം നിൽക്കുന്നതായി ഭാവിക്കുന്നു. നമ്മുടെ ഈ കോടതിക്ക് തൊട്ടപ്പുറത്ത് ദർബാർ ഹാളിലാണ് ഈ സംഭവത്തിന് പിന്നാലെ അന്ന് സിനിമാ കൂട്ടായ്മ അടക്കം വലിയൊരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്ന ആ യോഗത്തിൽ അന്ന് ഈ അതിജീവിതക്കൊപ്പം നിൽക്കുന്ന നിലപാടായിരുന്നു ഇതിലെ എട്ടാം പ്രതി ദിലീപ് അടക്കം സ്വീകരിച്ചത്. പക്ഷേ അതിൽ മഞ്ജു വാര്യർ സ്വീകരിച്ച ഒരു നിലപാട്, അവർ ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്ന് തുറന്നു പറയുന്നു. പിന്നാലെ ആ ഗൂഢാലോചനയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നതാണ് ഈ കേസിൽ തന്നെ വഴിത്തിരിവായത്. പലപ്പോഴും ഈ ജില്ലാ കോടതി സമുച്ചയം വാർത്തകളിൽ വന്നതാണ്. പൾസർ സുനി 4ാം നാൾ കീഴടങ്ങാനെത്തിയതും ഈ കോടതി സമുച്ചയത്തിലേക്കായിരുന്നു. അന്ന് CA അടക്കം ഈ കോടതി മുറിക്കകത്ത് കയറിയാണ് സിനിമാ സ്റ്റൈലിൽ അന്ന് പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തത്. ഈ പ്രദേശം എന്ന് പറയുന്നത്, അതായത് ഈ കോടതിയുടെ പുറകുവശത്തു കൂടിയാണ് അന്ന് പൾസർ സുനി പോലും ഈ കോടതിക്കകത്തേക്ക് ചാടിക്കടന്നെത്തിയത്. അങ്ങനെ എന്നും വാർത്തകളിൽ ഇടം നേടിയ ഇടം. അവിടെ ഇനി ഈ കേസിന്റെ വിധി എന്താണ് എന്ന് അറിയാൻ മണിക്കൂറുകളുടെ ഇടവേള, എന്തായാലും മണിക്കൂറുകൾ എന്ന് പറയാൻ കഴിയില്ല, മിനിറ്റുകളുടെ ഇടവേള മാത്രമാണ് അവശേഷിക്കുന്നത്. ഇപ്പോൾ പ്രതികൾ ഈ കോടതിക്കകത്തേക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ അഭിഭാഷകരും ജഡ്ജിയും ഇവിടെ എത്തിയിരിക്കുന്നു. ഇനി ഏകദേശം ഒരു 20 മിനിറ്റ് മാത്രമാണ് വിധി എന്ത് എന്നത് സംബന്ധിച്ച് അറിയാനുള്ള ഇടവേള. ഗോപികൃഷ്ണൻ. ശരി, സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പൾസർ സുനിയും കോടതി പരിസരത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ കേസിലെ 1ാം പ്രതിയാണ് പൾസർ സുനി. പൾസർ സുനിയെ കൊണ്ട് ഈ കൃത്യം നടത്തിച്ചതിന് പിന്നിൽ ദിലീപിന്റെ ഗൂഢാലോചനയുണ്ടോ, ദിലീപ് ആ ഗൂഢാലോചനയിൽ ഭാഗമായിട്ടുണ്ടോ എന്നതാണ് ഈ കേസിൽ തെളിയേണ്ട മറ്റൊരു കാര്യം. അതുകൊണ്ടാണ് ഈ കേസിൽ 8ാം പ്രതിയായി ദിലീപ് നിൽക്കുന്നത്. 10 പ്രതികളാണ് ഈ കേസിലുള്ളത്. 1ാം പ്രതി പൾസർ സുനി, 2ാം പ്രതി മാർട്ടിൻ ആന്റണി, 3ാം പ്രതി മണികണ്ഠൻ B, 4ാം പ്രതി ബിജീഷ് VP, 5ാം പ്രതി സലീം H, 6ാം പ്രതി പ്രദീപ്, 7 ചാർലി തോമസ്, 8 ദിലീപ് എന്ന P ഗോപാലകൃഷ്ണൻ, 9 മേസ്തരി സനൽ, 10 ശരത് G നായർ. ഇങ്ങനെ 10 പ്രതികൾ ഉള്ള കേസ്. ആ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ 8ാം പ്രതിയായ ദിലീപ് ഈ കുറ്റകൃത്യം നടത്താൻ നിർദ്ദേശം നൽകിയോ, ഇതിന്റെ ഗൂഢാലോചനയിൽ ഭാഗമായിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ദിലീപിന്റെ പങ്കാളിത്തം തെളിയിക്കുന്ന കൃത്യമായ തെളിവുകൾ കോടതി സമക്ഷം എത്തിക്കാൻ പരാതിക്കാരിയുടെ അഭിഭാഷകർക്ക് കഴിഞ്ഞിട്ടുണ്ടോ, അതിജീവിതയുടെ അഭിഭാഷകർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. ഏതായാലും നാടാകെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ നിമിഷം അത് എന്തായിരിക്കും? കേരളത്തിന്റെ പൊതുമനസാക്ഷിയെ നടുക്കിയ
നടിയെ ആക്രമിച്ച കേസിലെ വിധി എന്തായിരിക്കും എന്നതിലേക്കാണ്. 8 വർഷങ്ങൾ കഴിഞ്ഞു വരുന്ന വിധിയാണ്. നീണ്ട 7 വർഷത്തിലധികം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിൽ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പറയാൻ പോകുന്നു. 10 പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകണം. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ വലയത്തിലാണ് കോടതി പരിസരമുള്ളത്. 8-ാം പ്രതി ദിലീപ് ഇപ്പോൾ കോടതിയിൽ എത്തിക്കഴിഞ്ഞു. 1-ാം പ്രതി പൾസർ സുനി കോടതി പരിസരത്ത് ഉണ്ട്. അഭിഭാഷകയ്ക്കൊപ്പം വാഹനത്തിലിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ദിലീപിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് അഭിഭാഷകനെ കണ്ട് ഓഫീസിൽ നിന്ന് മടങ്ങുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ ദിലീപ് കോടതി മുറിയിലേക്ക് കയറിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.